guys, welcome back to my YouTube channel. അപ്പോൾ ടൈറ്റിൽ കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഹെയർ ഉണ്ടാകുന്ന ഡാമേജ് പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു ഹെയർ പാക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് വന്നിട്ട് നമ്മുടെ ഹെയർ ഫോൾ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് നമ്മുടെ ഹെയർ ഫോൾ ഉണ്ട്, ഇത് ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് എന്തായാലും സഡൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നല്ലപോലെ റിസൾട്ട് ഉണ്ടാവും. 100% ട്രസ്റ്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോയ്സ് ആണെങ്കിൽ ഗേൾസ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് യൂസ് ചെയ്ത് നോക്കാം. ഒരു ജസ്റ്റ് ഒരു താളിയാണ്, കെമിക്കലൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഈ വീഡിയോയിൽ വന്നിട്ട് വേണമെങ്കിൽ അറിയിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഹെയറിൽ ഉണ്ടായിരുന്ന പല ഡാമേജിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഓക്കെ, കമോൺ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ആദ്യം വേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർ വാഴ. കറ്റാർ വാഴ എല്ലാവരുടെ വീടുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു ചെറിയൊരു പീസ് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ചെമ്പരത്തി ഇലയാണ്. ചെമ്പരത്തി ഇല എല്ലാവരുടെ വീടുകളിലും അടുത്ത് ഉണ്ടാവുന്നതായിരിക്കും. സ്വന്തം വീട്ടിലില്ലെങ്കിൽ തൊട്ട വീട്ടിൽ നമുക്ക് കട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ചെമ്പരത്തി ഇല ഒരു കൈപ്പിടി അളവിലെടുക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ഭൃംഗരാജ കേട്ടോ. ഭൃംഗരാജ ഇപ്പോൾ ഈ ഒരു സീസണിൽ കിട്ടുന്നൊരു സാധനമാണ്. മഴക്കാലങ്ങളിലും ഒരു ഡിസംബർ വരയ്ക്കൊക്കെ കിട്ടും. എന്നാൽ തണുപ്പുള്ള സമയങ്ങളിലാട്ടോ നമുക്ക് ഈ ഭൃംഗരാജ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സവാള അരപ്പീസിനെ എടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ചുവന്നുള്ളിയാണെ എടുക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ചായ വെള്ളം കേട്ടോ. നമ്മുടെ കട്ടൻ ചായയാണ് കേട്ടോ. അത് ഞാൻ മറ്റേ അരിച്ച് വെച്ചിട്ടുള്ള ഒരു കട്ടൻ ചായയാണ്. പിന്നെ വേണ്ടത് കുറച്ച് നമ്മൾ തുളസി ഇല എടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഉലുവയാട്ടോ. ഉലുവ ഞാൻ കുതിർത്തി വെച്ചിരുന്ന ഉലുവയാണ്, അതും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ജാറിലിട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അമ്മിക്കല്ല് ഉണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ അരച്ചെടുക്കാം. അപ്പോൾ അതില്ലാത്തവരാണെന്നൊക്കെ ജാറിലിട്ട് എടുക്കാം കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ തുളസി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുളസി വന്നിട്ട് നമുക്ക് ഇച്ചിനെസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറാനും, പിന്നെ നമുക്ക് തണുപ്പുള്ള സാധനങ്ങൾ നമ്മൾ ഇതിലിടുന്നത്. അപ്പോൾ നമുക്ക് തണുപ്പ് ഇറങ്ങാണ്ടിരിക്കാനും ജലദോഷമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തുളസി. പിന്നെ ഭൃംഗരാജ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭൃംഗരാജ വന്നിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മുടികൾ നല്ല കറുപ്പ് നിറത്തിലാവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ചെമ്പരത്തി ഇലയാണ്. ചെമ്പരത്തി പൂവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ചെമ്പരത്തി ഇലയിൽ വന്നിട്ട് നമ്മുടെ മുടീന് നാച്ചുറലി ഷാമ്പൂവിൻ്റെ ഒരു കണ്ടീഷണറിൻ്റെയും ഒരു എഫക്റ്റാണ് നമ്മുടെ ചെമ്പരത്തിലയിലുള്ളത് കേട്ടോ. പിന്നെ വന്നിട്ട് ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കുതിർത്തി വെള്ളത്തോടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഉലുവ വന്നിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് ഡാൻഡ്രഫ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറ്റാർവാഴയും പിന്നെ ഉള്ളിയും കൂടിയാണ്. ഇത് രണ്ടും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കട്ടൻ ചായ കേട്ടോ. കട്ടൻ ചായ വന്നിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കട്ടൻ ചായ കേട്ടോ. കട്ടൻ ചായ വെള്ളം വന്നിട്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് നമ്മൾ നരച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും പാത്രത്തിലോട്ട് മാറ്റുമല്ലോ. ഒരു പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കട്ടൻ ചായ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ കട്ടൻ ചായ ഉണ്ടല്ലോ, കട്ടൻ ചായ നമുക്ക് എത്ര ലൂസിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ കുടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കട്ടൻ ചായ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? ട്രസ്റ്റ് മീ ഗായ്സ്, 100% നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നമ്മുടെ കട്ടൻ ചായ കേട്ടോ. ഇത് നമുക്ക് ടോണറായിട്ട് സാധാരണ നമ്മുടെ കട്ടൻ ചായ നമുക്ക് ടോണറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ ഗായ്സ്. എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ കട്ടൻ ചായ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം.
നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് നമ്മുടെ ഹെയറിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ മുടിയുടെ ചിക്ക് കളഞ്ഞ് കോമ്പ് കൊണ്ട് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ചീകി കൊടുത്ത് നമ്മുടെ സ്കാൽപ്പും മുടീൻ്റെ അറ്റം വരയ്ക്ക് നന്നായിട്ട് കോമ്പ് ചെയ്യുക. എന്നാലേ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഹെയർ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ മുടീൻ്റെ ഉള്ളിലേക്ക് ഓരോ ശുശിരങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ മസ്റ്റായിട്ട് നല്ല രീതിയിൽ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഒരു 30 മിനിറ്റിന് ശേഷം നിങ്ങളുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഹെയർ ഒരുപാട് ഡ്രൈ അല്ലാതെ സാധാരണ ഹെയർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പാക്കിൽ തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അതൊന്ന് ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് നമ്മുടെ മുടീനെ ഒന്ന് 2 ഭാഗത്തേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. 2 ഭാഗങ്ങളായിട്ട് കൊടുത്ത് നമുക്ക് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലേക്കാണ് നമ്മുടെ മുടീൻ്റെ ആ ഒരു വേര് എവിടെയാണ് നമ്മുടെ സ്കാൽപ്പാണ്. അപ്പോൾ നമുക്ക് മുടി ഗ്രോത്ത് ഉണ്ടാകുന്ന നമ്മുടെ എല്ലാ ഇഷ്യൂ ഉണ്ടാകുന്നത് നമ്മുടെ സ്കാൽപ്പിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്കാൽപ്പ് ഫോക്കസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ മുടി ഇഴകളും ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിലും പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ മുടിക്ക് നമുക്ക് എന്തായാലും തികയും കേട്ടോ. മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പാക്ക് ഫുള്ള് എൻ്റെ മുടിയിൽ സ്കാൽപ്പിലും മുടിയിലൊക്കെ ആയിട്ട് മുടീൻ്റെ എൻഡ് വരയ്ക്ക് ഞാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ ഹെയറിനൊന്ന് കെട്ടി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുന്ന വരയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ പോയി ഒന്ന് കുളിച്ച് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ആ പണിയൊക്കെ തീർത്തിട്ട് വന്ന് ഞാൻ മുടിയൊക്കെ ഒന്ന് കഴുകി കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുടിയൊന്ന് നമ്മളൊരു ഭയങ്കര ഹാർഡായിട്ടൊന്നും തുടയ്ക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ടാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി നമുക്ക് ഫാനിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നമ്മുടെ മുടീനെ ഉണക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ നനവുണ്ട്. അപ്പോൾ നമുക്ക് ഫാനിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്മുടെ ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഇതൊരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് മിനിഞ്ഞാന്നായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയാണ് എൻ്റെ ഹെയർ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് വേണം എന്തായാലും ഹെയർ പാക്ക് ഇടണം കേട്ടോ. ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്യണമെന്ന് വീഡിയോ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ എന്ത് പാക്ക് ഇടുമ്പോഴും ജസ്റ്റ് ഒന്ന് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അതിന് ശേഷം ചെറുതായിട്ട് ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ പോലും കുറച്ചൊരു ഓയിൽ എടുത്തിട്ട് നമ്മുടെ ഫിംഗറിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കാൽപ്പിലും ജസ്റ്റ് മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ എങ്ങനെയാണ് ഉള്ളത്. നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ഇവിടെ സ്റ്റാർട്ടിങ്ങുള്ള മുടികളൊക്കെ ഇത്ര ഹെയർ ഗ്രോത്ത് ആയിട്ടുള്ളതെന്ന്. കണ്ടോ എനിക്കിവിടെ മാത്രമേ മുടിയുള്ളൂ. ഈ ഭാഗത്ത് ഈ ഒരു പോർഷൻ വരയ്ക്ക് നല്ല തിക്കുള്ളൂ. കണ്ടോ, ഇവിടെ നിന്നോട്ട് ഒന്നുമില്ല. ഈ കാണിച്ചുതരാം. കണ്ടോ, ഇത് ഞാൻ ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞ വർഷം ഒരു ജൂലൈ തൊട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഹെയർ പാക്ക്. ഞാനിത് മുമ്പുള്ള കാണിച്ച ഹെയർ പാക്കും ഇതും ഞാനിങ്ങനെ മാറി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ട്രൈ അല്ല, യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെ മാത്രമേ എൻ്റെ തിക്ക് ഇത്രയേ ഉള്ളൂ. കണ്ടോ, പക്ഷെ ഇവിടെ കണ്ടോ ഇത്രയുണ്ട്. അപ്പോൾ ഇതുവരെയ്ക്ക് എൻ്റെ മുടി വളർന്നിട്ടുണ്ട്. ഇനി ഇത്രയും വളരണമെങ്കിൽ ഏകദേശം 1 കൊല്ലെങ്കിലും എടുക്കും തോന്നുന്നു. അപ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാനൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോയും കൂടി ഇടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്ന കേട്ടോ. ആ ഹെയർ ഓയിൽ വന്നിട്ട് ഞാൻ എത്ര വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ ഹെയർ നല്ല രീതിയിലേക്ക് കറുകറുന്ന് വളരാനും കറുപ്പ് കളറാവാനും നല്ല ഷൈനിങ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ ഓയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഒരു ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ 3 വീഡിയോ ആവും. ഇതിന് ശേഷം നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും കേട്ടോ. അതാണ് എന്നെ നല്ല രീതിയിൽ ഒരു കൊല്ലം മുമ്പ് 1.5 കൊല്ലം മുമ്പ് എന്നെ നല്ല രീതിയിൽ ഹെയർ ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇവിടെ ഇടാം കേട്ടോ, വീഡിയോസ് ഫോട്ടോസ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ ഉണ്ടായിരുന്ന എൻ്റെ ഹെയർ ഇപ്പോൾ ഇത്രയും ഒരു തിക്ക് ആവുന്നത് ഒരു +2 സമയത്താണ് എനിക്ക് ഇത്ര തിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ ഒരു സൈഡ്, ഇവിടെ ഒരു സൈഡും കൂടി നോക്കൂ, ഇത്രയുണ്ട് കണ്ടോ. ഈ സൈഡും കൂടി ആകുമ്പോൾ ഇങ്ങനെ തിക്ക് എനിക്ക് +2 വരെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം നല്ല ഹെയർ ഫോൾ ആയിരുന്നു. അങ്ങനെ ഓൾറെഡി നമുക്ക് 18 വയസ്സാകുമ്പോൾ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും, നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും, അങ്ങനെ ഹെയറൊക്കെ നല്ല രീതിയിൽ പോകാൻ തുടങ്ങും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കാണ്ട് കൂടി ആകുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടാവും. അതിന് ശേഷം ഞാൻ കോളേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഹെയർ ശ്രദ്ധിച്ചത്. പിന്നെയും ഷൂട്ട് ഇടയിൽ ഒരു മൂവിൻ്റെ ഷൂട്ട് വന്നപ്പം ഫുഡില്ല, ഒന്നും അപ്ലൈ ചെയ്യാറില്ല, പിന്നെ ഇടയിൽ ഒരു പനി വന്നു, അതൊക്കെ കൂടി ആയപ്പോൾ എൻ്റെ ഹെയറിന് നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം എൻ്റെ ഹെയർ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം 1.5 കൊല്ലത്തിൽ ഇപ്പോൾ ഇത്രയും മുടിയും ഗ്രോത്ത് ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് ആ മുടികളൊക്കെ നീളം വെക്കാനുണ്ട്. കാരണം ഇനിയും എൻ്റെ മുടിയൊക്കെ വളർന്നുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കണ്ടോ. കുറേ ബേബി ഹെയർസൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ. വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇപ്പോഴും ഹെയർ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ മുടി പഴയതിനെക്കാട്ടിലും മോശമായിട്ട് ഇരിക്കണം. നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന മുടി ഉണ്ടല്ലോ, എല്ലാവർക്കും തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ 2 ജട കെട്ടി മെടഞ്ഞിട്ടിട്ടായിരിക്കും പോവുക സ്കൂളിലൊക്കെ. അപ്പോൾ നല്ല തിക്ക് ഉണ്ടാവും. ഞാൻ ഫോട്ടോ കാണിക്കാം കേട്ടോ. അത്രയൊക്കെ നല്ല തിക്ക് ഉണ്ടായിരുന്ന മുടി നമുക്ക് കോളേജൊക്കെ കഴിയുമ്പോഴേക്കും അങ്ങനെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, ഒന്നുമേ ഉണ്ടാവില്ല, പകുതി പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ പഴയ മുടി അടക്കം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഹെയർ കെയറിലൂടെ നമുക്ക് സാധിക്കും കേട്ടോ. അതിന് ഞാൻ നല്ലൊരു തെളിവാണ് ഞാനൊരാൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് എടുക്കാം. മാക്സിമം നമ്മളൊരു കണ്ടിന്യൂ ആയിട്ടൊരു 2-3 ഇയേഴ്സ് എടുത്ത് തന്നെ നമ്മുടെ പഴയതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് നല്ല ഹെയർ ലെങ്ത് ആയിട്ട് നമ്മുടെ ഹെയർ തിക്കായിട്ട് വളരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.